ഹായ് എവരി വൺ, വെൽക്കം ടു PK SCRT ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഫിസിക്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഫിസിക്സിലെ SCRT ക്ലാസ്സസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചലനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ചലന സമവാക്യങ്ങൾ വരെ നോക്കി. ചലനം എന്താണെന്ന് നോക്കി, ചലന സമവാക്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചലന നിയമങ്ങളെ പറ്റിയിട്ടാണ്. ഓക്കെ, ചലന നിയമം അല്ലെങ്കിൽ നമുക്ക് പറയാം എന്തെന്ന് പറയാം, ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പഠിക്കുന്നത്. ലോസ് ഓഫ് മോഷൻ 3 ലോസ് ഉണ്ട്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അസന്തുലിത ബാഹ്യബലവും ചലനവും. അപ്പം നമ്മൾ നോക്കുന്ന ഏതാണ്, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പം എന്താണ് ഈ ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും? വളരെ ഈസിയാണ്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കുക, 2 കുട്ടികൾ F1 എന്ന് പറയുന്ന 50 ന്യൂട്ടൺ തള്ളുന്നുണ്ട്, ഇങ്ങോട്ട് 50 ന്യൂട്ടൺ F2 എന്ന് പറഞ്ഞ് ഈ കുട്ടിയും എന്ത് ചെയ്യുന്നുണ്ട്. F1 എന്ന് പറഞ്ഞാൽ ഈ കുട്ടി തള്ളുന്നത്, F2 എന്ന് പറഞ്ഞാൽ ഈ കുട്ടി തള്ളുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാണ്, 50 ന്യൂട്ടൺ എന്ന് വെച്ച് എന്താണ്, മേശ തള്ളുകയാണ്. ഓക്കെ, മേശ എങ്ങോട്ട് തള്ളുകയാണ്, ഒരേ ഡയറക്ഷനിലോട്ട് അവരെന്ത് ചെയ്യണം, നീക്കുകയാണ്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നോക്കി, ഒരേ വശത്ത് നിന്നും 2 കുട്ടികൾ ഒരേ ദിശയിലേക്ക് മേശ തള്ളുന്നു. ഇനി 2 കുട്ടികൾ എന്ത് ചെയ്യാണ്, എതിർ ദിശയിൽ നിന്ന് തുല്യ ബലം ഉപയോഗിച്ച് മേശ, ഇത് സെയിം ബലം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, എതിർ ദിശയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് എന്താണ് ഈ മേശ തള്ളുകയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ച് നോക്കി, ഇത് നീങ്ങോ? കാരണം ഇവിടെ ഒരു 50 ന്യൂട്ടൺ, ഇവിടെ ഒരു 50 ന്യൂട്ടൺ, രണ്ടും അവിടെ ഇവിടെയും ഒരേ ഫോഴ്സ് ആണ് അല്ലേ. അപ്പോൾ മേശ എന്ത് ചെയ്യത്തില്ല, ചലിക്കത്തില്ല, ചലനം സാധ്യമല്ല. ഇതാണ് ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്ത് പറയും, സന്തുലിത ബലം അല്ലെങ്കിൽ സന്തുലിത ബാഹ്യബലം, അതായത് ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയും. ഇനി എന്താണ് നമ്മൾ ഈ ചലനവുമായിട്ട് ബന്ധപ്പെട്ടുമ്പോൾ നമുക്ക് വേണ്ടത് അസന്തുലിത ബാഹ്യബലമാണ്. അതായത് എന്താണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇങ്ങനെ എതിർദിശയിൽ ഇപ്പം ഈ കുട്ടി ഒരു 30 ന്യൂട്ടൺ ആയിരുന്നു തള്ളിയിരുന്നത്, ഈ കുട്ടി എന്താണ് 30 ന്യൂട്ടൺ ആണ് തള്ളിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, നീങ്ങുമായിരുന്നു അല്ലേ. കാരണം അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞത് 50 - 30 20 ന്യൂട്ടൺ ആയേനെ. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഈ വടംവലിയിൽ ഒരു ഭാഗം ജയിക്കുകയാണ്. ഇവിടെ 400 ന്യൂട്ടൺ, ഇവിടെ 300 ന്യൂട്ടൺ. ഇവിടുന്ന് എന്താണ് 400 ന്യൂട്ടൺ ഫോഴ്സും ഇവിടുന്ന് 300 ന്യൂട്ടൺ ഫോഴ്സും. ഇവിടെ എന്ത് ചെയ്യും, മൂവ്മെന്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ മോഷൻ ഉണ്ടാകുമോ, ചലനം ഉണ്ടാകുമോ അല്ലേ. കാരണം നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 400 - 300 100 ന്യൂട്ടൺ എന്നായിരിക്കും. അതായത് നമുക്ക് പറയാം, ഒരു അസന്തുലിത ബാഹ്യബലം ഉണ്ടെങ്കിലേ എന്തുണ്ടാവത്തുള്ളൂ, ചലനം ഉണ്ടാവത്തുള്ളൂ. സന്തുലിത ബാഹ്യബലത്തിന് എന്തുണ്ടാവത്തില്ല, ചലനം ഉണ്ടാവത്തില്ലെന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, സന്തുലിത ബലം എന്ന് ഞാൻ മനസ്സിലായല്ലോ. ഇപ്പൊ എതിർ ദിശയിൽ 2 സൈഡിൽ നിന്നുള്ളത് ഒരേ ഫോഴ്സ് ആകുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും, അത് പറ്റത്തില്ല. അവിടെ 0 ആയിരിക്കും. എന്തെന്ന് പറയുന്നത്, അവിടുത്തെ മോഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ്, 0 ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, മോഷൻ ഒന്നും അവിടെ നടക്കുന്നില്ല. ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടാവണമെങ്കിൽ ചലനം നടന്നു നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനായിട്ട് എപ്പോഴും ഇപ്പുറത്തും ഇപ്പുറത്തും അൺബാലൻസ്ഡ് ആയിട്ടുള്ളത്, അതായത് അസന്തുലിതമായിട്ടുള്ള, ഈ ഇവിടെ 400 ഇവിടെ 300, അതായത് ഇവിടെ 400 ഇവിടെ 400 ആയിക്കഴിഞ്ഞ് എന്ത് സംഭവിക്കും, അവിടെ ചലനം ഉണ്ടാവത്തില്ല. അപ്പോൾ ഒരു അസന്തുലിത ബാഹ്യബലം, അത് ഓർത്ത് വെച്ചോളൂ. അതിന് നമ്മൾ ചലന നിയമങ്ങളിലോട്ട് കടക്കുക. ഓക്കെ, അസന്തുലിത ബാഹ്യബലം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ, അവിടെ ചലനം ഉണ്ടാവത്തുള്ളൂ എന്ന് നോക്കി വെക്കുക. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. അല്ലെങ്കിൽ എന്താണ്, ബാലൻസ്ഡ് ഫോഴ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ ബാലൻസ്ഡ് ഫോഴ്സ്. സന്തുലിത ബലങ്ങൾ എന്താണ്, സന്തുലിത ബലങ്ങൾ ഇവിടെ കണ്ടതുപോലെ ഇതാണ് സന്തുലിത ബലം. ഇതാണ് സന്തുലിത ബലം എന്ന് പറയുന്ന ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, ഡെഫിനിഷനിലോട്ട് കടന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം 0 ആണെങ്കിൽ, 0 അവിടുത്തെ എന്താണ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും, 0 ആണെങ്കിൽ 0 നെറ്റ് ഫോഴ്സ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയാം. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല. ഓക്കെ, അപ്പൊ എന്താണ്, ബാലൻസ്ഡ് ഫോഴ്സസിന് സന്തുലിത ബാഹ്യബലം അല്ലെങ്കിൽ സന്തുലിത ബലങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിശ്ചലാവസ്ഥയിലുള്ള റെസ്റ്റിലായിട്ടുള്ള, അനങ്ങാതെ ഒന്നും ഒരു ഇതുമില്ലാതെ ഒരിടത്തിരിക്കുന്ന അതാണ് നിശ്ചലാവസ്ഥ, അവിടെ ചലനം ഇല്ല. അപ്പൊ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും പറ്റൂല, ആ ചലിക്കുന്ന വസ്തുക്കളുടെ ദിശ മാറ്റാനും എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിശ്ചലമാക്കാനോ സാധ്യമല്ല. ഓക്കെ, ദിശ മാറ്റുന്നതല്ല, ചലിപ്പിക്കുന്ന വസ്തുക്കളുടെ നിശ്ചലമാക്കാൻ, ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെ റെസ്റ്റ് ആക്കാനോ എന്ത് ചെയ്യത്തില്ല, ആർക്ക് പറ്റത്തില്ല, ഈ സന്തുലിത ബലത്തിന് പറ്റത്തില്ല. ഒരു വസ്തുവിൽ അസന്തുലിത
അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ നിശ്ചല അവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിന്റെ ചലനദിശയോ വേഗതയ്ക്കോ മാറ്റം വരുത്താൻ സാധിക്കുക. അപ്പോൾ ഒരു വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ അവിടെ ഏത് ബലം ഉണ്ടായിരിക്കണം എന്ന് ചോദിച്ചാൽ ഏത് ബലമാണ്? ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരാം കേട്ടോ. അതായത് ഒരു വസ്തുവിൽ സന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുമെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് തരാം. അത് തെറ്റാണോ ശരിയാണോ? ശ്രദ്ധിച്ച് വായിക്കുക സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, അപ്പൊ അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുന്നത്. അതുപോലെ ചലനാവസ്ഥയിലുള്ള വസ്തുവിന്റെ ചലന ദിശയോ വേഗമോ മാറ്റണം. ഇപ്പം ഒരു ബോള് ഒരു ചലനത്തിലാണ്. ആ ചലനത്തിന്റെ സ്പീഡ് കൂട്ടണം. ആ ബോൾ പോകുന്ന സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അവിടെ എന്ത് പറ്റത്തുള്ളൂ? ഒരു ബലം കൊടുത്താൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ? അതിന് മാറ്റത്തുള്ളൂ. ഇനി നമ്മൾ ഇങ്ങോട്ട് നേരെ പൊക്കോണ്ടിരിക്കുന്നതിനെ നമുക്ക് റൈറ്റിലോട്ട് തിരിക്കുകയാണ്. അവിടെ നമ്മളൊരു അസന്തുലിത ബലം കൊടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവിടേക്കും ചലന ദിശയ്ക്കും മാറ്റം വരുന്നത്. അപ്പൊ ചലനം നടക്കുന്നതോ അല്ലെങ്കിൽ ചലന ദിശയ്ക്കോ വേഗത്തിനോ ഒക്കെ മാറ്റം വരുത്തണമെങ്കിൽ എന്താണ്? അസന്തുലിത ബലം തന്നെ പ്രയോഗിക്കണം. സന്തുലിത ബലം ഇപ്പൊ രണ്ടുപേരെ അവിടെ നിന്നുകൊണ്ട് ഈ തള്ളുന്നത് ഒരേ ബലത്തിലാണെങ്കിൽ അത് അനങ്ങത്തില്ല. ഒന്ന് കൂടുതലോ കുറവോ അല്ലെങ്കിൽ കുറവോ കൂടുതലോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് മൂവ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ചലന ദിശ മാറത്തുള്ളൂ. അത്രേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ക്ലിയർ ആയാലോ എന്താണ് അസന്തുലിത ബാഹ്യബലം എന്ന്? ക്ലിയർ ആയി. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇനി അടുത്ത് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ചലന നിയമത്തിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരാളെ പറ്റി പഠിക്കണം. അതാണ് ആര്? ഗലീലിയോ ഗലീലി. ഈ അപ്പൂപ്പനെ പറ്റി പഠിക്കണം. ഗലീലിയോ ഗലീലി എന്താണ് ഇദ്ദേഹം ചെയ്തതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ SCERT-ൽ ഗലീലിയോ ഗലീലിയെ പറ്റി കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം അഥവാ ഇനി അദ്ദേഹത്തിന്റെ ബുക്കും കാര്യങ്ങളും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളെപ്പോഴും കാണാറുള്ള ഒരു ചോദ്യമൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് വരാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഭൗതികശാസ്ത്രം അറിയാലോ, ഫിസിക്സ്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? ഗലീലിയോ ഗലീലി. പിതാവിന്റെ ആഗ്രഹപ്രകാരം പിസ സർവകലാശാലയിലെ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയായി ചേരുകയാണ് ഉണ്ടായത്. ഓക്കെ, പിതാവിന്റെ ആഗ്രഹപ്രകാരം ഏതാണ്? പിസ സർവകലാശാല. ഓർത്ത് വെച്ചോ, പിസ സർവകലാശാല. 1585 മുതൽ 1592 വരെയുള്ള കാലയളവിലാണ് ഗലീലിയോ തന്റെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകമായ ദ ലിറ്റിൽ ബാലൻസ് രചിച്ചത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് അല്ലേ? ദ ലിറ്റിൽ ബാലൻസ് എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ്? ആരെഴുതിയ ആദ്യത്തെ ശാസ്ത്ര പുസ്തകം അല്ലെങ്കിൽ ഗലീലിയോയുടെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഏതാ? ദ ലിറ്റിൽ ബാലൻസ്. ഓർത്തു വെച്ചോ, ദ ലിറ്റിൽ ബാലൻസ് ഗലീലിയോയുടെ പുസ്തകമാണ്. ഗലീലിയോ നിർമ്മിച്ച ദൂരദർശിനി ടെലസ്കോപ്പ് ഉപയോഗിച്ചുള്ള തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തി. അപ്പൊ ഗലീലിയോ നിർമ്മിച്ച ദൂരദർശിനി ഉപയോഗിച്ച് എന്ത് ചെയ്തു? നമ്മുടെ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ, സാറ്റലൈറ്റ്സിനെ എന്ത് ചെയ്തു? നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി. കൂടാതെ ശനി ഏതാണ്? സാറ്റേൺ അല്ലെ? സാറ്റേൺ വലയമുള്ളതാണ് ശനി എന്ന് പറയുന്നത്. അപ്പൊ ശനിയുടെ വലയങ്ങളും ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളും അദ്ദേഹം ദൂരദർശിനി ഉപയോഗിച്ച് എന്ത് ചെയ്തു? നിരീക്ഷിച്ചു. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ചത്? അദ്ദേഹം വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തി, ശനിയുടെ വലയങ്ങളെയും ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളും അതുപോലെ നക്ഷത്രങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്തു? ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ചു. അപ്പൊ നോക്കിക്കേ, ആകാശ നിരീക്ഷണത്തെ കുറിച്ചുള്ള സ്റ്റാറി മെസ്സഞ്ചർ, സൂര്യകളങ്കങ്ങളെ കുറിച്ചുള്ള ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ്, ലെറ്റേഴ്സ് ഓൺ സൺ സ്പോട്സ് എന്നീ പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചതാണ്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഗലീലിയോ പറ്റി ആ ഒരു ബുക്കിൽ ഒരു സൈഡിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഏതൊക്കെയാ? സ്റ്റാറി മെസ്സഞ്ചർ, അതുപോലെ ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ്, ലെറ്റേഴ്സ് ഓൺ സൺ സ്പോട്സ്. ഇതൊക്കെ ആരുടെ പുസ്തകങ്ങളാണ്? നമ്മുടെ ഗലീലിയോ. അപ്പൊ ഗലീലിയോ ആദ്യമായിട്ട് രചിച്ച ആദ്യത്തെ ശാസ്ത്ര പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? സയൻസ് ബുക്ക്, ശാസ്ത്ര പുസ്തകമാണ് ദ ലിറ്റിൽ ബാലൻസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. ദ ലിറ്റിൽ ബാലൻസ് ആണ് ആ പുസ്തകം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നോക്കിക്കേ, ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗലീലിയോ കുറച്ച് കാര്യങ്ങൾ നിരീക്ഷിച്ചു. ഇദ്ദേഹം ദൂരദർശിനി ഉപയോഗിച്ച് എപ്പോഴും ആകാശത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തി മാത്രമല്ല, ഇദ്ദേഹം വേറെ കുറേ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യും? ചലനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിയമങ്ങളൊക്കെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഓക്കെ, അപ്പൊ ഇദ്ദേഹം ആകാശത്ത് മാത്രം നോക്കി നിൽക്കുന്ന ആളല്ല. എന്താണ്? കുറച്ച് കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ചലനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചലന നിയമം പഠിക്കുമ്പോൾ ഈ നിരീക്ഷണങ്ങളും കൂടെ റെഫറൻസ് എടുത്ത് വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഏതൊക്കെ നിരീക്ഷണങ്ങളാണ് നോക്കിയേ? 2 ഇൻക്ലൈൻഡ് പ്ലെയിൻസ് അല്ലോ, ഇങ്ങനെ ചരിവുള്ള 2 പ്രതലങ്ങളിൽ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇത് A എന്ന് പറയുന്ന പോയിന്റ്, ഇത് B എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, 2 എണ്ണം.
എന്നിട്ട് ഇദ്ദേഹം ഈ എ എന്ന് പറയുന്നതിൽ ഒരു ബോൾ ഇങ്ങനെ ഉരുട്ടി ഇവിടെയാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇത് കുറച്ച് ദൂരം ഇങ്ങനെ സഞ്ചരിച്ചിട്ട് വീണ്ടും അത് എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ എത്തുമ്പോൾ അത് എന്ത് ചെയ്യും, ഇത്രയും പോയിന്റ് വരെ അത് ആ ബോൾ എന്ത് ചെയ്യും, പോവും. ഓക്കെ, അങ്ങനെ ഓരോ ഇതില് നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങനെ വിടുമ്പോൾ ഇത് വരെ പോയി, ഈ ഇത്രയും ഹൈറ്റിൽ പോയി. ഇനി അടുത്തതാ നോക്കിക്കേ, ഇത്രയും ഹൈറ്റ് ഉള്ളത്, പിന്നെ വീണ്ടും വിട്ടപ്പോൾ നോക്കിക്കുക, അങ്ങനെ പല പല ഹൈറ്റിൽ, അത് നമ്മൾ എത്ര ഹൈറ്റ് ആണോ വയ്ക്കുന്നത് അതനുസരിച്ച് അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ബോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഹൈറ്റിൽ പോയിന്റിൽ വന്ന് എന്ത് ചെയ്യാണ്, മീറ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ചരിച്ച് വച്ച് അവസാനം ഇങ്ങനെ വച്ചു, ഇങ്ങനെ. അപ്പോൾ ഇതാ ഇവിടം വരെ എത്തി. വീണ്ടും ചരിച്ച് ലാസ്റ്റ് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു നേർരേഖയിൽ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ, സ്ട്രെയിറ്റ്, അതായത് ചരിഞ്ഞിരിക്കുന്നതിനെ മാറ്റി ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ എന്ത് ചെയ്യാണ്, സ്ട്രെയിറ്റ് ആയിട്ട് നേർരേഖയിലൂടെ എന്ത് ചെയ്യാണ്, ഈ ബോളിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളാണ് അദ്ദേഹം നിരീക്ഷിച്ചത്. അപ്പൊ ഇദ്ദേഹം എന്താണ് നിരീക്ഷിച്ചതെന്ന് നമുക്ക് നോക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല എന്ന ഗലീലിയുടെ നിരീക്ഷണങ്ങളുടെ തുടർച്ച. ഓക്കെ, അപ്പൊ എന്താണ്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖ സമചലനം, നേർരേഖ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതുപോലെ എന്താണ്, അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോവുക, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലീനിയർ മോഷൻ, നമ്മൾ റെക്റ്റ് ലീനിയർ മോഷൻ നേർരേഖ ചലനം പഠിച്ചല്ലേ. അപ്പൊ നേർരേഖ ചലനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു സമചലനത്തിൽ, ഒരു യൂണിഫോം മോഷനിൽ എന്ത് ചെയ്യാണ്, അത് പൊക്കോണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണ്ട, അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു ചലനം വേണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു, അവിടെ ചലനം ഉണ്ടാവണമെങ്കിൽ ഒരു അസന്തുലിത ബാഹ്യബലം ഉണ്ടെങ്കിൽ അവിടെ ചലനം സാധ്യമാവും എന്ന് പറഞ്ഞു. ഗലീലി എന്താ പറഞ്ഞത്, നേർരേഖ സമചലനത്തിൽ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തിന്റെ ആവശ്യമില്ല, അസന്തുലിത ബാഹ്യബലത്തിന്റെ ആവശ്യമില്ല, അതിങ്ങനെ മുന്നോട്ട് പൊയ്ക്കോണ്ടിരിക്കുക എന്നാണ് ആര് പറഞ്ഞത്, ഗലീലിയോ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം, ഇപ്പം ഫ്രിക്ഷൻ കാരണം, ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഘർഷണം അല്ലേ, നമ്മുടെ റഫ് സർഫസ്, നമ്മൾ മിനുസമില്ലാതെ ഇങ്ങനെ റഫായിട്ടുള്ള സർഫസിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഫ്രിക്ഷൻ ഉള്ള ഇതിലാണെങ്കിൽ കുറച്ച് ദൂരം കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും, എന്തായാലും നിൽക്കും. അത് കുറച്ച് ദൂരം പോകുമ്പോൾ എന്ത് ചെയ്യും, തുടർച്ചയായിട്ട് ഇത് പൊക്കോണ്ടിരിക്കൂല, എന്ത് ചെയ്യും, നിൽക്കും. ഇത്തിരി മിനുസം ഉള്ളതാണെങ്കിൽ മാത്രം എന്താണ്, കുറച്ചും കൂടെ ദൂരം പോകും അല്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് ദൂരം ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് അത് അതിന്റെ ഒരു റെസ്റ്റിംഗ് പീരീഡിലോട്ട് തന്നെ അത് എന്ത് ചെയ്യും, പോവും. അപ്പൊ ഇതിനെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടാണ് ആര്, നമ്മുടെ ന്യൂട്ടൺ എന്ത് ചെയ്തത്, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. അപ്പൊ ഈ ഗലീലിയോ ഈ പറഞ്ഞ എക്സ്പെരിമെന്റ് ചെയ്തതിന്റെ ഒരു ബേസിസിൽ ഇതിനെ റെഫറൻസ് എടുത്തുകൊണ്ടാണ് നമ്മുടെ ന്യൂട്ടൺ എന്ത് ചെയ്തത്, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. അത് ഓർത്ത് വെക്കുക. അപ്പൊ ഗലീലിയോ എന്താ പറഞ്ഞത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖ സമചലനത്തിൽ തുടർന്നെങ്കിൽ എന്താവശ്യമില്ല, അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല എന്ന് ഗലീലിയോയുടെ വാദത്തിന്റെ തുടർച്ചയായിട്ടാണ് നമ്മുടെ ന്യൂട്ടൺ എന്ത് ചെയ്യുന്നത്, ചലന നിയമങ്ങൾ ആവിഷ്കരിക്കുന്നത്. നോക്കിക്കേ, ചലന നിയമങ്ങൾ, ലോസ് ഓഫ് മോഷൻ ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ന്യൂട്ടൺ ആണ്. അതായത് നമ്മുടെ ലോസ് ആദ്യമായിട്ട് ന്യൂട്ടൺ ആണ് എന്ത് ചെയ്തത്, ന്യൂട്ടൺ ഇങ്ങനെയാണ് കേട്ടോ, ന്യൂട്ടൺ ആദ്യമായിട്ട് നമ്മുടെ ഒരു ചലനത്തെ പറ്റി പറഞ്ഞത്, അത് എന്താ ആ വാക്ക് ഞാൻ പറയാം, നമ്മുടെ ഗലീലിയോ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവിടെ. ഓക്കെ, ഈ ചലന നിയമങ്ങളെ പറ്റിയിട്ട് ആവിഷ്കരിച്ചത് ആദ്യമായിട്ട് ആരാണ്, അത് ഐസക് ന്യൂട്ടൺ തന്നെയാണ്. ചലന നിയമങ്ങളെ കുറിച്ച് ആദ്യമായി വ്യക്തമായ ധാരണ നൽകിയത് ഗലീലിയോ ആണ്. അദ്ദേഹത്തിന്റെ ജഡത്വത്തെ കുറിച്ചുള്ള ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഐസക് ന്യൂട്ടൺ എന്ത് ചെയ്യുന്നത്, ഒന്നാം ചലന നിയമം ആവിഷ്കരിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താണ് ജഡത്വ നിയമം, ജഡത്വം എന്ന വാക്ക് അതാണ് ആരുമായിട്ട് ബന്ധപ്പെട്ടത്, ഗലീലിയോ ആയിട്ട് ബന്ധപ്പെട്ടത്. എന്നാൽ നമ്മുടെ ചലന നിയമങ്ങളെല്ലാം ന്യൂട്ടൺ തന്നെയാണ്. അപ്പൊ ജഡത്വം എന്ന് പറയുമ്പോൾ എന്താണ്, ജഡത്വം എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് അങ്ങോട്ട് പഠിക്കുന്നത് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വസ്തു ചലനാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ. ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് അങ്ങനെ തന്നെ തുടരാനായിരിക്കും ഇഷ്ടം. അതിന് റെസ്റ്റ് വേണ്ട, അതിന് റെസ്റ്റിന് ഇഷ്ടമില്ല. അപ്പൊ അങ്ങനെ മാറാൻ പറ്റാത്ത കഴിവില്ലായ്മയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജഡത്വം അല്ലെങ്കിൽ ഇനർഷ്യ എന്ന് പറയുന്നത്. റെസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയല്ല, റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തു, ആ വസ്തുവിന് എന്താണ്, നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാൻ ഉള്ള ആ ഒരു പ്രവണതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജഡത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കേ, അതിന്റെ നമ്മളെ വരും ആ ഒരു ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ വരും. ഈ നിയമം ബലം എന്ന ആശയത്തെ നിർവചിക്കുന്നതിനാൽ ഇതിനെ അടിസ്ഥാന നിയമമായി കണക്കാക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഈ നിയമം ബലം എന്ന ആശയത്തെ നിർവചിക്കുക, എന്താണ് ബലം എന്ന് പറയുന്നതുകൊണ്ട് മാത്രം അതിനെ നിയമമായിട്ട് കണക്കാക്കുന്നതേ ഉള്ളൂ. നോക്കിക്കേ, ന്യൂട്ടന്റെ ഒന്നാം നിയമം നമുക്ക് നോക്കാം. അവിടെ നമ്മൾ ജഡത്വവും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ നോക്കി, ഒന്നാം നിയമം, അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ
ഓരോ വസ്തുവും അതിന്റെ നിശ്ചല അവസ്ഥയിലോ നേരേഖാ സമലത്തോ തുടരുന്നതാണ്. ഓക്കെ, നമ്മുടെ എന്താണ് ന്യൂട്ടൺ പറഞ്ഞത്? അസന്തുലിത ബാഹ്യബലം നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത്, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ്, നമ്മളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് എപ്പോഴാണോ നമ്മൾ കൊടുക്കുന്നത്, അതുവരെ ആ വസ്തു എന്ത് ചെയ്യും? നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ നേർരേഖാ സമചലനത്തിലോ എന്ത് ചെയ്യും? തുടരുന്നതാണ്. ഇതാണ് നമ്മുടെ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എന്താണ്? അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും എന്താണ്? അതിന്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തോ. നേർരേഖ അത് മാർക്കരുത് കേട്ടോ, കാരണം ഗലീലിയോ ഓരോന്നും വെച്ചിട്ട് എന്താണ് അവസാനം നേർരേഖയിലാണ് കൊണ്ടുവന്നത്. അപ്പൊ നമ്മളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുന്നത് വരെ അതെന്ത് ചെയ്യും? കൊടുത്തു കഴിഞ്ഞ് ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ബോൾ പൊക്കോണ്ടിരിക്കുകയാണ് നേർരേഖ, നമ്മളൊരു ഒരു ഫോഴ്സ് കൊടുത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്തു, അതവിടെ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ സമചലനത്തിൽ പിന്നെ തുടരുമോ? ഇല്ല, തുടരത്തില്ല. അപ്പൊ അതാണ് ആര് പറഞ്ഞത്? ന്യൂട്ടൺ പറഞ്ഞത്. ഇനി നോക്കിയ ജഡത്തെ ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞു. എന്താണ്? ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജഡത്വം എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ബലത്തെയും ജഡത്വത്തെയും നിർവചിച്ചിരിക്കുന്നു. അപ്പൊ ബലത്തെയും ജഡത്വത്തെയും നിർവചിച്ചിരിക്കുന്നത് എന്താണ്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡെഫിനിഷൻ. ഓക്കെ, ഒരു ഡിഫൈൻ ചെയ്ത് എന്താണ് ബലം അല്ലെങ്കിൽ എന്താണ് ഒരു ഇനർഷ്യ, ജഡത്വം എന്ന് പറഞ്ഞതാണ്. ജഡത്വത്തെക്കുറിച്ച് നിർവചിച്ച ന്യൂട്ടന്റെ നിയമമാണ് ന്യൂട്ടന്റെ ഒന്നാം നിയമം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജഡത്വം എന്താണെന്ന് മനസ്സിലായാലും ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയോ അല്ലെങ്കിൽ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ. ഇപ്പം എന്താണ്? നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനായിരിക്കും ഇഷ്ടം. മറ്റേ ചലനത്തിലാണെങ്കിൽ എന്താണ്? ചലനത്തിൽ തുടരാനായിരിക്കും അതിനിഷ്ടം. അപ്പൊ ആ ഒരു അങ്ങനെ മാറ്റം വരുത്താൻ പറ്റാത്ത കഴിവില്ലായ്മയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ജഡത്വം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങോട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും കേട്ടോ. ഇനി ഇത് കുറച്ചും കൂടെ ക്ലിയർ ആകാനായിട്ട് നിശ്ചല ജഡത്വത്തെയും ചലന ജഡത്വം. ഓക്കെ, രണ്ടെണ്ണം നമ്മൾ പറയുന്നുണ്ട് ജഡത്വം. എന്തൊക്കെയാ? നിശ്ചല ജഡത്വം എന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്നും അതുപോലെ ഇനേർഷ്യ ഓഫ് മോഷൻ, ഇങ്ങനെ രണ്ടെണ്ണം പറയുന്നുണ്ട് ജഡത്വത്തിൽ. നോക്കിക്കേ, ഈ രണ്ടിനെയും കൂടെ ചേർത്താണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇനർഷ്യ. അതിൽ ആദ്യത്തെയാണ് നിശ്ചല ജഡത്വം. എന്തായിരിക്കും? നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയെ അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് എന്തെന്ന് പറയുന്നത്? നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനായിട്ട്, അതിന് ചലിക്കേണ്ട, അതിനങ്ങനെ തന്നെ നിശ്ചലമായിട്ട് ഇരുന്നാൽ മതി, എന്നെ ആരും ഒന്നും ശല്യം ചെയ്യരുത്, ഞാൻ എന്ത് ചെയ്യാം? നിശ്ചലമായിട്ട് തന്നെ ഇരിക്കാം, എനിക്ക് അപ്പൊ അങ്ങനെ മാറ്റാൻ പറ്റാത്ത ഒരു പ്രവണത ഉണ്ടല്ലോ അല്ലെങ്കിൽ കഴിവില്ലായ്മയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിശ്ചലാവസ്ഥയിലുള്ള ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് വീഴാൻ പോകുന്നത്. അതായത് ബസ് ഇട്ടേക്കെയാണ്, ബസ് എടുത്തില്ല, നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കയറി നമ്മുടെ എന്താണ് തമ്പാനൂര് നമുക്ക് ഇറങ്ങണം. ഓക്കെ, തമ്പാനൂര് നമ്മൾ ട്രിവാൻഡ്രം, ഓക്കെ, ട്രിവാൻഡ്രത്തുള്ളവരാണ് തമ്പാനൂര് നമ്മൾ പറയുന്നത്. അവിടെ ഇറങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു കരമന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് കയറി, കരമനയിൽ നിന്ന് ഇങ്ങനെ കയറിയിരിക്കുകയാണ്, ബസ് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ബസ് അടുത്ത ആൾക്കാർ കയറാനുണ്ട്, ബസ് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജസ്റ്റ് ബസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പുറകിലോട്ട് പോകും അല്ലേ? ഇത് ബസ് അനങ്ങാതിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്, പക്ഷെ ബസ് പെട്ടെന്ന് ചലിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ബാക്കിലോട്ട് പോകും. അങ്ങനെ എന്താ ബാക്കിലോട്ട് പോകുന്നത്? കാരണം നമ്മൾ ആ നിശ്ചലാവസ്ഥയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതെന്ത് ശല്യ, ഒരു ബസ് അനങ്ങിയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? അത് നമ്മുടെ കാലിൻ്റെ ബസ്സിൻ്റെ ഇതും നമ്മുടെ കാലിൻ്റെ ഇതുമായിട്ടുള്ള ടച്ച് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ബാക്കിലോട്ട് പോകണം. പക്ഷെ അങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ്? ജഡത്വം കൊണ്ടാണ്. ഇനി നോക്കിയാൽ, മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീണു. മാങ്ങ അനങ്ങാതെ മുകളിൽ മര്യാദക്കിരിക്കുകയാണ്, അതിനെ ചെന്നിടുന്ന് എന്ത് ചെയ്യാണ്? പിടിക്കുമ്പോൾ അതെന്ത് ചെയ്യും? അവിടെ ഇരിക്കാൻ പറ്റാതെ അതിനെ ഇതായിട്ട് തന്നെ തുടർന്നാൽ മതി. അപ്പോൾ അതെന്ത് ചെയ്യും? അതവിടുന്ന് ഇറ്റ് താഴോട്ട് വീഴും. അപ്പോൾ ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. ഇനി ചലന ജഡത്വം പറയുകയാണെങ്കിൽ, ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് ചലനാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ബസ്സിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. നല്ല സ്പീഡിൽ ബസ് പൊക്കോണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് എന്ത് ചെയ്തു? ബ്രേക്ക് ഇട്ടപ്പോൾ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇത് ആരുടെ ബ്രേക്ക് ഇട്ടത്? പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ട് ഇങ്ങനെ വരും. ബസ് എടുക്കുമ്പോൾ നമ്മൾ പിറകിലോട്ട് പോകും, നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ. ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുന്നത്? ആ ചലനത്തിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് നമ്മളൊന്ന് അവിടെ ഒരു ഇതുണ്ടാവും അല്ലേ? എന്തുണ്ടാവും? നമ്മളിങ്ങനെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ടൊന്നിങ്ങനെ വരും ബ്രേക്ക് ചവിട്ടുമ്പോൾ. അപ്പം അതാണ് എന്ത്? ഇനർഷ്യ ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന ജഡത്വം. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഓട്ടം നിർത്താൻ കഴിയാതെ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് ഓടി വരുന്നത്. ഇപ്പം നല്ല ഓട്ടക്കാർ, അത്ലറ്റിക്സ് ഒക്കെ എന്ത് ചെയ്യാണ്?
അത്ലറ്റ്സ് ഒക്കെ ഇങ്ങനെ ഓടി വന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ഇങ്ങനെ, അതായത് ആ ലൈനിൽ വന്ന് അവരെങ്ങനെ നിൽക്കൂ ഇല്ല, അവിടുന്നേ ചലനാവസ്ഥയിൽ തന്നെ തുടരാനാണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, അവിടെ തന്നെ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവർ ആ ഒരു ഇതിൽ അങ്ങ് പൊക്കോണ്ടിരുന്ന് കുറച്ച് ദൂരവും കൂടെ പോയി അവരെന്ത് ചെയ്യത്തുള്ളൂ, നിൽക്കത്തുള്ളൂ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്, ഞാൻ പറഞ്ഞത് തന്നെ, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, യാത്രക്കാർ മുന്നോട്ട് വീഴാൻ പോകുന്നതും എന്താണ്, ഈ നിശ്ചല ജഡത്വമാണ്. പിന്നെ ഹൈ ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ ചാടുന്നതിന് മുമ്പ് കുറച്ച് ദൂരം ഓടിയാണ് വരുന്നത് അല്ലേ. അവിടുന്ന് ഒരു പോയിന്റിൽ നിന്ന് എടുത്തല്ലല്ലോ ചാടുന്നത്, അവർ കുറച്ച് ദൂരം, അതായത് ആ നിശ്ചലാവസ്ഥ എന്നെ തുടരാൻ വേണ്ടിയിട്ടാണ്. ഇവർ നിശ്ചലാവസ്ഥയിൽ നിന്ന് പോകുമ്പോൾ അങ്ങനെ നിൽക്കാൻ, നിശ്ചലാവസ്ഥയിലായതുകൊണ്ട് തന്നെ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. അവർ കുറച്ച് ദൂരം ഓടി വരുമ്പോൾ ആ ഫ്ലോയിൽ എന്ത് ചെയ്യും, കുറച്ച് എത്ര ദൂരമാണോ ചാടേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, ചാടാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്, ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. അപ്പൊ നിശ്ചല ജഡത്വവും ചലന ജഡത്വവും കൂടി ചേർന്നാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജഡത്വം അല്ലെങ്കിൽ ഇനർഷ്യ എന്ന് പറയുന്നത്. ക്ലിയർ ആയേ? ഇനി ഈ ജഡത്വവും മാസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഒരു വസ്തുവിന്റെ ജഡത്വം അതിന്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ ജഡത്വം എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. മാസ് കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും, ജഡത്വവും കൂടും. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ വലിയ ട്രക്കിൽ ലോറിയിൽ എന്ത് ചെയ്യണം, ഒരു ട്രക്കിൽ ഇഷ്ടം പോലെ എന്താണ് സാധനങ്ങളൊക്കെ, തടികളും അല്ല അതുപോലെ ഇത്തിരി വെയിറ്റ് ഉണ്ട്, ആ ലോറിക്ക് ട്രക്കിന് ഇത്തിരി വെയിറ്റ് ഉണ്ട്. അപ്പോൾ ആ ട്രക്ക് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു കർവ്ഡ് കൂടെ, ഒരു വളവി കൂടെ വരെയാണ്. ഇങ്ങനെ വളവി കൂടെ വരുമ്പോൾ അത് എന്തായാലും ചലനാവസ്ഥയാണ് അല്ലേ. അപ്പോൾ ആ ചലനാവസ്ഥയിൽ തന്നെ തുടരാനായിരിക്കും ആ ട്രക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ കർവിൻ്റെ അവിടെ ഒന്ന് ബ്രേക്ക് സ്ലോ ഡൗൺ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിന് മാസ് കൂടുതലാണ്, ആ ട്രക്കിന് മാസ് കൂടുതലാണ്, ജഡത്വം അവിടെ നിശ്ചല ജഡത്വം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് എന്ത് ചെയ്യുക, സ്ലോ ആക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അപകടങ്ങൾ ഉണ്ടാവും. കാരണം സ്പീഡ് കൂടിപ്പോയി നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, ബാലൻസ് ചെയ്യാൻ പറ്റൂല വണ്ടിയെ. കാരണം മാസും കൂടുതലാണ്, ജഡത്വം അവിടെ എന്ത് ചെയ്യും, നിശ്ചല ജഡത്വം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സ്ലോ ആക്കും. അപ്പൊ അതാണ് നമ്മുടെ മാസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ജഡത്വവും കൂടുന്നു എന്ന് പഠിച്ചു വയ്ക്കുക. അപ്പൊ മാസും ജഡത്വം ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വാക്കാണ് ആക്കം. ആക്കം അല്ലെങ്കിൽ എന്താണ്, മൊമെന്റം. ഇതെല്ലാം നമ്മുടെ ലോ പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാട്ടോ. അതുകൊണ്ടാണ് ഈ ടേംസ് എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ SCRT-യിലുള്ള പോയിന്റ്സ് ആണ്. ആക്കം എന്താണ്, ആക്കം അല്ലെങ്കിൽ മൊമെന്റം? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ സവിശേഷ ഗുണമാണ് ആക്കം. അപ്പം ചലിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്, ആക്കമുണ്ട്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ ഗുണം എന്താണ്, ആക്കം. അപ്പൊ ചലിക്കാത്ത വസ്തുവിന് ആക്കം ഉണ്ടോ, ഇല്ല. നോക്കാം നമുക്ക്. ഇത് അളക്കുന്നത് വസ്തുവിന്റെ മാസിന്റെയും പ്രവേഗത്തിന്റെയും ഗുണിത ഫലമാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു പ്രവേഗമാണ് എന്തെന്ന് പറയുന്നത്, ആക്കം എന്ന് പറയുന്നത്. ആക്കം. നമ്മൾ ഇതിനെ P കൊണ്ടാട്ടോ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെയും കൂടെ എഴുതാം, P എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. P = mv എന്നാ പറയുന്നത്. അതായത് മാസ് v, വോളിയം അല്ല കേട്ടോ, വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി 0 ആയെന്നിരിക്കട്ടെ. ഇഫ് v = 0 ആവുകയാണ്, അതായത് വെലോസിറ്റി ഒന്നുമില്ല. വെലോസിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ ചലനത്തിലല്ലെങ്കിൽ Pക്ക് എന്ത് സംഭവിക്കും, P 0 ആവും. അവിടെ എന്തില്ല, ആക്കമില്ല. അപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് മാത്രമേ എന്തുള്ളൂ, ആക്കമുള്ളൂ. ആക്കം ഒരു സദിശ അളവാണ്. ഓക്കെ, സദിശ അളവും അദിശ അളവും ഒക്കെ നമ്മൾ പഠിച്ചതാണ്, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് പ്രവേഗത്തിന്റെ ദിശയിലാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം സദിശ അളവാന്ന് പറഞ്ഞാൽ എന്താണ്, ദിശ നിർവചിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ സദിശ എന്ന് പറയുന്നത്. അപ്പം ആക്കം എന്ന് പറയുന്നത് എന്താണ്, സദിശ അളവ്. വെലോസിറ്റി സദിശയാണ്, അപ്പൊ പിന്നെ ആക്കം എന്തായിരിക്കും, സദിശയായിരിക്കും. അപ്പൊ സദിശ അളവാണ് ആക്കം എന്ന് പറയുന്നത്. പ്രവേഗത്തിന്റെ ദിശ എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയായിരിക്കും ആക്കവും സംഭവിക്കുന്നത്. ആക്കത്തിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. മാസിന്റെ നമുക്കറിയാം കിലോഗ്രാം ആണ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, എളുപ്പമല്ലേ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഫോർമുല. നമ്മൾ എന്താണ് ഇപ്പൊ ആക്കത്തിന്റെ യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ ആക്കം എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്തെഴുതാൻ പറ്റും, യൂണിറ്റ് എഴുതാൻ പറ്റും അല്ലേ. അപ്പൊ ആക്കത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, മാസ് ഇൻറ്റു വെലോസിറ്റി, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നോക്കിക്കേ, യു പ്രവേഗത്തോടെ, യു എന്താണ്, യു എന്ന് പറയുമ്പോൾ ആദ്യ പ്രവേഗമാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ചലിക്കുന്ന ഒരു വസ്തുവിൽ ടി സമയത്തേക്ക് എഫ് ബലം പ്രയോഗിച്ചാൽ അതിന്റെ പ്രവേഗം v ആയി മാറുന്നുവെങ്കിൽ, മനസ്സിലായോ? ഇപ്പൊ എന്ത് ചെയ്യാണ്, ഒരു വസ്തു യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ എന്ത് ചെയ്യാണ്, ചലിക്കുകയാണ്. അത് ടി സമയം കൊണ്ട് എഫ് ബലം ഉപയോഗിച്ചു. എഫ് എന്ന് പറയുന്ന ഒരു ബലം എത്രയാണ്, ടി സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യാണ് അവിടെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ടി സമയത്തേക്ക് ബലം ഉപയോഗിച്ചു. അതിന്റെ പ്രവേഗം
എന്തായിട്ട് മാറി? വി ആയിട്ട് മാറി. നമ്മൾ എന്ത് ചെയ്തു? ഒരു വസ്തുവിനെ എന്ത് ചെയ്തു? നമ്മളൊരു വസ്തുവിന് ടി സമയത്തേക്ക് ഒരു എഫ് ബലം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ആ വസ്തുവിനെ ഇത് ചെയ്യാണ്. അപ്പം അതിന് എന്ത് മാറി? പ്രവേഗം മാറി. യു എന്നുള്ള പ്രവേഗം എന്തായിട്ട് മാറി? വി ആയിട്ട് മാറി. പ്രവേഗം മാറുമല്ലോ. പ്രവേഗം യു ആയിരുന്നു ആദ്യം. പിന്നെ നമ്മളൊരു ബലം കൊടുത്തപ്പോൾ അതെന്ത് സംഭവിച്ചു? യു എന്നുള്ളത് വി ആയിട്ട് മാറി. യു എന്നുള്ളത് വി, അന്ത്യപ്രവേഗം. ഓക്കെ, വി ആയിട്ട് മാറി. യു എന്നുള്ള പ്രവേഗം വി ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ആക്ക വ്യത്യാസ നിരക്ക് നമ്മൾ എപ്പോഴും നിരക്ക് പറയുന്നത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ? ടൈമിനനുസരിച്ച് മാറ്റം വരുമ്പോഴാണ് നമ്മൾ നിരക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ആക്ക വ്യത്യാസം എത്രയാടാ? ആക്ക വ്യത്യാസം നമുക്കറിയാം P ഈക്വൽ ടു എം വി ആണെന്നറിയാം അല്ലേ? അപ്പൊ P ഈക്വൽ ടു എം വി ആണെങ്കിൽ ആദ്യത്തത് എന്തായിട്ടാ മാറിയത്? യു എന്നുള്ളതാ വി ആയത്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നേ? എം വി മൈനസ് എം യു. ഇതാണ് അവിടുത്തെ ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് അല്ലേ? അതായത് നിരക്കൊന്നും നിങ്ങൾ നോക്കണ്ട, നമുക്കറിയാം P ഈക്വൽ ടു എം വി ആണെന്നറിയാം. അപ്പം P ഈസ് ഈക്വൽ ടു എപ്പോഴും വി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം വി മൈനസ് യു ആയിരിക്കും. അതായത് അന്ത്യപ്രവേഗം മൈനസ് ഇതായിരിക്കും. മറ്റതിൽ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഏതാ? നമ്മുടെ എന്താണ് ത്വരണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പി മൈനസ് യു ബൈ ടി ആണ് അല്ലേ? അപ്പൊ അത് തന്നെയാണ് നമ്മൾ സെയിം ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്തു? എം വി മൈനസ് എം യു ചെയ്തു. വിത്ത് റെസ്പെക്ട് ടു ടൈം, ഒരു ടി ടൈമും കൂടെ അവിടെ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ ടിയും കൂടെ ഇട്ട് കൊടുക്കും. ഇതിൽ നിന്ന് നമ്മൾ എമ്മിനെ പുറത്തെടുക്കും. അപ്പോൾ വി മൈനസ് യു എന്നാവും ഡിവൈഡഡ് ബൈ ടി. ഇതാണ് എന്തെന്ന് പറയുന്നത്? ആക്ക വ്യത്യാസ നിരക്കെന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് സെയിം നമ്മുടെ P ഈക്വൽ ടു എം വി എന്ന് പറയുന്ന ഇക്വേഷൻ ഇത് തന്നെയാണ് കേട്ടോ എഴുതുന്നത്. അപ്പൊ P ഈസ് ഈക്വൽ ടു എം വി ആണെന്നറിയാം. അവിടെ യു പ്രവേഗത്തോടെ ചലിച്ചത് എഫ് ബലം കൊടുത്തപ്പോൾ ടി സമയത്തേക്ക് എഫ് ബലം കൊടുത്തപ്പം അത് വി ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആക്ക വ്യത്യാസം എന്ന് പറയുന്നത്, നിരക്കില്ല, ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് എം വി മൈനസ് എം യു ആയിരിക്കും. എം വി മൈനസ് എം യു ടി സമയത്ത് എന്ന് പറയുമ്പോൾ നിരക്ക് എത്രയായി? ഡിവൈഡഡ് ബൈ ടി ആയി. ടി സമയത്താണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തെന്ന് പറയാം? നമുക്ക് എന്തെന്ന് പറയാം? ആക്ക വ്യത്യാസ നിരക്കെന്ന് പറയുന്നത് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണെന്ന് പറയാം. ആക്ക വ്യത്യാസ നിരക്ക് എത്രയാണ്? ഇത് ഓർത്ത് വെച്ചേക്കണേ. ആക്ക വ്യത്യാസ നിരക്ക് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഇത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആക്കത്തിന്റെ ഇക്വേഷനെയും നമുക്ക് എഴുതാം. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ആക്കം പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്നതാണ് സെക്കൻഡ് ലോ, നമ്മുടെ ന്യൂട്ടന്റെ രണ്ടാമത്തെ ചലന നിയമം. ആക്കം പഠിച്ചാൽ പിന്നെ നമുക്ക് എളുപ്പം. ഓക്കെ, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം നോക്കാം. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസ നിരക്ക്, നമ്മൾ ആക്ക വ്യത്യാസ നിരക്ക് അവിടെ പഠിച്ചല്ലോ. എന്താ പഠിച്ചത്? P ഈക്വൽ ടു, അല്ലെങ്കിൽ P പറയണ്ട, ആക്ക വ്യത്യാസ നിരക്ക് എന്ന് തന്നെ പറയാം. ആക്ക വ്യത്യാസ നിരക്ക് എത്രയാണ്? എന്താണ്? എം വി മൈനസ് എം യു ഡിവൈഡഡ് ബൈ ടി, അല്ലെങ്കിൽ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി നമ്മളോട് പഠിച്ചു. ആ ഒരു ആക്ക വ്യത്യാസ നിരക്കുണ്ടല്ലോ, ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു എഫ് ബലം ഉപയോഗിച്ചാണ് യു എന്ന് പറയുന്നതിനെ വി ആക്കി ടി സമയം കൊണ്ടെന്ന്. അവിടെ ഉപയോഗിച്ച ബലം ഉണ്ടല്ലോ, ആ ബലവും ഈ ആക്ക വ്യത്യാസ നിരക്കും എന്താണെന്നാ പറയുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാ പറയുന്നത്. ഈ ആക്ക വ്യത്യാസ നിരക്ക് കൂടുമ്പോൾ, അതായത് ബലം നമ്മളവിടെ കൂടുതൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഈ ആക്ക വ്യത്യാസ നിരക്കും കൂടും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ നേർ അനുപാതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ എഴുതി? നമ്മൾ നോക്കിക്കേ. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്മൾ അവിടെ പഠിച്ച എം വി മൈനസ് യു ബൈ ടി എന്ന് എഴുതി. ഈ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് പറയുന്നത് വി മൈനസ് യു ബൈ ടി. ഞാൻ നേരത്തെ പറഞ്ഞു ആക്സലറേഷൻ, നമ്മൾ ത്വരണം പഠിച്ചപ്പോൾ പറഞ്ഞു. ത്വരണം എന്ന് പറഞ്ഞാൽ എന്താ? വി മൈനസ് പ്രവേഗമാറ്റം ബൈ സമയമാണ് എന്ത്? ത്വരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ വി മൈനസ് യു ബൈ ടിയെ നമ്മൾ എന്തെന്ന് എഴുതാം? നമുക്ക് എ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ വി പ്രൊപ്പോർഷണൽ ടു എം എ എന്ന് എഴുതിക്കൂടെ? അതായത് ഇത്രയും ടേമിനെ എ ആയിട്ട് എഴുതി. എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്നുള്ളതിൽ എമ്മിന് അതേപോലെ ഇട്ടിട്ട് വി മൈനസ് യു ബൈ ടി എന്നുള്ളത് എന്തായി? ത്വരണമാണ്, ആക്സിലറേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ എഴുതി. അങ്ങനെ നമുക്ക് എന്തെന്ന് കിട്ടി? എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം എ. എഫ് എന്ന് ബലം എന്ന് പറയുന്നത് അവിടെ ഉപയോഗിച്ച അസന്തുലിത ബാഹ്യബലം എന്ന് പറയുന്നത് എന്തിന് നേർ അനുപാതത്തിലാണെന്ന് കിട്ടി? എം എ എന്ന് പറയുന്നതിന് അനുപാതത്തിലാണ് നമുക്ക് കിട്ടി. ഇനി പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് മാറ്റണം അല്ലേ? നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റന്റ് കൊണ്ട്, ഒരു സ്ഥിരസംഖ്യ, മലയാളത്തിൽ നമ്മൾ സ്ഥിരസംഖ്യ എന്ന് പറയും. സ്ഥിരസംഖ്യ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അതെങ്ങനെയാണ് നോക്കുന്നത്? നോക്കിയേ.
കെ നമ്മൾ 1 ആയിട്ട് എടുക്കുക. കെ എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ നമുക്കറിയാം. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന് എത്ര ത്വരണം? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാകാൻ ആവശ്യമായ ബലമാണ് 1 ന്യൂട്ടൺ. അതായത് 1 ന്യൂട്ടന്റെ ഡെഫിനിഷൻ ആണ് അവിടെ പറയുന്നത്. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാകാനുള്ള ആവശ്യമായിട്ടുള്ള ബലമാണ് എന്ത്? 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് അല്ലേ? അതവിടെ സിമ്പിൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാം 1 ആവും. 1 1 1 എല്ലാം 1 ആയി കഴിഞ്ഞാൽ കെയുടെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടും? 1. ഈ കെയുടെ വാല്യൂ, ഈ സ്ഥിരസംഖ്യയുടെ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ട് കൊടുക്കുന്നത്. അപ്പം 1 ന്യൂട്ടന്റെ ഇത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 1 ന്യൂട്ടൺ, ഒരു ബലം ആവശ്യമാകുമ്പോൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ. ഒരു ബലം ന്യൂട്ടൺ ആകുമ്പോൾ കെ ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് പ്രൊപ്പോർഷണൽ ടു എം എ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഈക്വൽ ടു ഇട്ടിട്ട് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്ന സിമ്പിൾ മാറ്റി നമുക്ക് ഈക്വൽ ടു, നമ്മൾ പഠിച്ചിട്ടുള്ള എഫ് ഈസ് ഈക്വൽ ടു എം എ, അതെന്താന്നുള്ളതാണ്. ഓക്കെ, എഫ് ഈക്വൽ എങ്ങനെയാകുന്നത്? ഒരു കെ എന്ന് പറയുന്ന ഒരു സംഖ്യ കൊണ്ട്, സ്ഥിരസംഖ്യ കൊണ്ട് നമ്മൾ മാറുമ്പോഴേ. ഇനി ഈ കെ എന്ന് പോകണം. കെ പോകണമെങ്കിൽ കെ ഈസ് ഈക്വൽ ടു 1 കൊടുക്കണം. കെ ഈസ് ഈക്വൽ ടു 1 ആവുന്ന സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. 1 ന്യൂട്ടൺ ബലം കൊടുക്കാനായിട്ട് 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാകാൻ വേണ്ടത്. അത് വെച്ചിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? എഫ് ഈസ് ഈക്വൽ ടു എം എന്ന് കിട്ടും. ഇത് ബലത്തിന്റെ അളവ് കണക്കാക്കാനുള്ള സമവാക്യം. അപ്പൊ ബലത്തിന്റെയും അല്ലെങ്കിൽ ജഡത്വത്തിന്റെയും നിർവചിച്ചിരിക്കുന്നത് ഏതിലാണ്? 1-ാം ചലന നിയമം. ഇങ്ങനെ ജഡത്വം എന്ന് പഠിക്കേണ്ട, ജഡത്വം 1-ലാണ്. ഓക്കെ, ജഡത്വം എന്ത് വെച്ചാലും 1 തന്നെ. ബലത്തിനെ നിർവചിച്ചിരിക്കുന്നത്, എന്താണ് ബലം എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1-ാം ചലന നിയമത്തിലും, ബലത്തിനൊരു സമവാക്യം കൊടുത്തത് ഏതിലുമാണ്? 2-ാം ചലന നിയമത്തിലുമാണ്. അപ്പം ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. ഇനി ജഡത്വം അല്ലെങ്കിൽ ജഡത്വ നിയമം ആവിഷ്കരിച്ചതെന്ന് ചോദിച്ചാൽ അത് ഗലീലിയോ. നമ്മുടെ ഗലീലിയോയാണ് ആദ്യമായിട്ട് ജഡത്വം എന്താന്ന് പറഞ്ഞത്. അപ്പൊ അത് ഗലീലിയോ. ചലന നിയമത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ ആരാണ്? ന്യൂട്ടൺ ആണ്. അപ്പം ബലത്തിന്റെ അളവ് കണക്കാക്കാനുള്ള സമവാക്യം കിട്ടുന്നത് ഈ ഒരു 2-ാം ചലന നിയമത്താണ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. എഫ് ഈസ് ഈക്വൽ ടു എം എ നമുക്ക് നല്ലതുപോലെ അറിയാന്നുള്ളൊരു കാര്യമാണ് അല്ലേ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നത്. ഈ എഫ് ഈസ് ഈക്വൽ ടു എം എയിൽ ഇടഞ്ഞ ഒരു കാര്യം പറയട്ടെ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ അത്. അതായത് എഫ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇനി അങ്ങോട്ട് തേർഡ് ലെവലിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയും. ഇപ്പം നിങ്ങൾ നോക്കി വെച്ചോ. എഫ് ഈസ് ഈക്വൽ ടു എം എ ആണെന്ന് നമുക്കറിയാം അല്ലേ? ഇതിൽ നിന്ന് ഞാൻ എ എഴുതുകയാണ്. എ ഈക്വൽ ടു എഫ് ബൈ എം എന്ന് കിട്ടി. ഇതിൻ്റെ അർത്ഥം എന്താടെ? ആക്സലറേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? മാസ് കുറയും. അതായത് ഫോഴ്സ് കൂടുതൽ കൊടുക്കുമ്പോൾ ആക്സലറേഷൻ എന്തായാലും കൂടും. അത് വിട്, അതെന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ഇനി മാസും ആക്സലറേഷനും തമ്മിലുള്ളത്, അതായത് മാസ് കൂടിയ വസ്തുക്കൾക്ക് ആക്സലറേഷൻ കുറവായിരിക്കും. മനസ്സിലായോ? മാസ് കൂടിയ വസ്തുക്കൾക്ക് ആക്സലറേഷൻ കുറവായിരിക്കും, മാസ് കൂടിയ വസ്തുക്കൾക്ക് ആക്സലറേഷൻ കൂടുതലായിരിക്കും. നമ്മൾ അങ്ങനെയാണ് കൂടുതലും കുറവും കണ്ടുപിടിക്കുന്നത്. ഇക്വേഷനിൽ നിന്ന് താഴെ ഡിനോമിനേറ്ററിലാണെങ്കിൽ ഇതെന്താണ്? ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, നേർ അനുപാതത്തിലല്ല, എന്താണ്? വിപരീത അനുപാതത്തിലാണ്. അപ്പം മാസ് കൂടിയ വസ്തുക്കൾക്ക് എന്ത് കൂടുതലായിരിക്കും? ഇവിടെ ആക്സിലറേഷൻ, ത്വരണം കൂടുതലായിരിക്കും. ഈ ഇക്വേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അത് നമ്മൾ ഇനി ഒരു തേർഡ് ലെവലിലോട്ട് പോകുമ്പോൾ ഞാൻ അതൊന്നും കൂടെ പറഞ്ഞുതരാം, അത് എവിടെയാണെന്നുള്ളത്. ഓക്കെ, അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം നോക്കാം കേട്ടോ. പ്രോബ്ലം ഒന്ന് നോക്കിക്കേ. 108 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറ് ബ്രേക്ക് പ്രവർത്തിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 4 സെക്കൻഡിന് ശേഷം നിശ്ചലമാകുന്നു. യാത്രക്കാർ ഉൾപ്പെടെയുള്ള കാറിന്റെ മാസ് 1000 കിലോഗ്രാം ആണെങ്കിൽ ബ്രേക്ക് പ്രവർത്തിച്ചപ്പോൾ പ്രയോഗിക്കപ്പെട്ട ബലം എന്തായിരിക്കും? ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ബ്രേക്ക് നമ്മൾ ആ ഒരു ബ്രേക്ക് ഇട്ടപ്പോൾ ഉള്ള ബലം എത്രയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം എടുത്ത് എഴുതാം. ഇനി നമുക്ക് നോക്കിയേ, ആദ്യ പ്രവേഗം എന്ന് പറഞ്ഞാൽ യു എത്രയാണ്? 108 കിലോമീറ്റർ പെർ അവർ. അപ്പം കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. എന്ത് ചെയ്യും? മാത്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 5/18 കൊണ്ട് എന്ത് ചെയ്യും? 5/18 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഒരു എത്ര? 8 വട്ടം പോകും. നോക്കിക്കേ, 18 6 എത്രയാണ്? 48. ഓക്കെ, പോവും 6 വട്ടം. അപ്പോൾ 6 5 എത്ര കിട്ടി? 30 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ മാക്സ് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് മീറ്റർ പെർ അവർ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18. ഇനി നമ്മുടെ
മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനായിട്ട് 18/5 തിരിച്ച് ചിന്തിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ 5/18 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി അന്ത്യപ്രവേഗം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഒരു പ്രവേഗത്തിൽ പൊക്കോണ്ടിരിക്കുന്നതിനെ പെട്ടെന്ന് എന്ത് ചെയ്തു? ബ്രേക്ക് ഇട്ട് നിന്നു. അപ്പൊ അവിടെ എന്താ? വി എന്താണ്? അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്താണ്? അന്ത്യപ്രവേഗമായ വി എന്തായിരിക്കും? 0 ആയിരിക്കത്തില്ലേ? കാരണം അവിടെ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതെന്താണ്? ബ്രേക്ക് ഇട്ടുകൊണ്ടേനെ അവിടെ നിശ്ചലാവസ്ഥയിലായി. അതുകൊണ്ട് അന്ത്യപ്രവേഗം എന്തായി? 0 ആയിട്ട് മാറി. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട്. 1000 കിലോഗ്രാമാണ് കാറിൻ്റെ മാസ് എന്ന് തന്നിട്ടുണ്ട്. യാത്രക്കാർ ഉൾപ്പെടെയുള്ള കാറിൻ്റെ മാസ് ഇത് അവിടെ തന്നിട്ടുണ്ട്. 1000 കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ട്. ടൈം തന്നിട്ടുണ്ട്. ടൈം എത്രയാണ് തന്നിരിക്കുന്നത്? 4 സെക്കൻഡ്. അപ്പോൾ ഇതെല്ലാം നോക്കിക്കോണം. കിലോഗ്രാം സെക്കൻഡ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റിയത്. കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എന്താ? SI യൂണിറ്റ് അല്ല, അതുകൊണ്ട് അതിനെ SI യൂണിറ്റിലോട്ട് മാറ്റി. എന്നിട്ട് കിലോഗ്രാം സെക്കൻഡൊക്കെ അതിലൊന്നും മാറ്റാനില്ല, എല്ലാം എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എഫ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെ തന്നിട്ടുണ്ട്? U ഉണ്ട്, V ഉണ്ട്, M ഉണ്ട്, T ഉണ്ട്. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചൊരു ഇക്വേഷൻ അല്ലേ? F is equal to M into V minus U by T. നമുക്ക് ബലം നമുക്ക് ഫോഴ്സ്, സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം പഠിക്കാത്തൊരു കുട്ടിക്ക് F is equal to MA. അയ്യോ MA തന്നിട്ടില്ലല്ലോ. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യും? കുറേ വിയും യുവും ടിയും ഒക്കെ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യും? നമ്മൾ ഈ എ ഡിറൈവ് ചെയ്യുക. എ എന്ന് പറഞ്ഞാൽ എന്താണ്? V minus U by T ആണ്, പ്രവേഗ മാറ്റമാണ്. എന്നാൽ നമുക്ക് ടിയും ഉണ്ട്, യുവും ഉണ്ട്, വിയും ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ ബലത്തിന് നമുക്കറിയാം F is equal to MA. പക്ഷെ നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പം നോക്കാം, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ചില ഇക്വേഷനിൽ ഇപ്പോൾ F is equal to MA നമുക്കറിയാം. മാസ് നിങ്ങൾ നോക്കിയപ്പോൾ കുറേ മാസ്, ഫോഴ്സ് തന്നിട്ടുണ്ട്. ആക്സിലറേഷൻ കണ്ടുപിടിക്കണം, ത്വരണം കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ F is equal to MA, അതിൽ നിന്ന് A മാറ്റുക. A equal to F/m ആണ്. അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ, നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഒരു ഇക്വേഷൻ മാത്രമേ അറിയാമെങ്കിൽ അത് വച്ചുകൊണ്ടിരിക്കില്ല. അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് കൂടെ ആലോചിക്കുക. അപ്പോൾ F is equal to MA ആണ്. F is equal to M into V minus U by T. അത് ഡയറക്റ്റായിട്ട് എഴുതിയത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചുകൊണ്ടാണ്. പ്രവേഗ മാറ്റ നമ്മളവിടെ ആക്ക വ്യത്യാസം നിരക്കെന്ന് പറഞ്ഞ് പഠിച്ചല്ലോ. അപ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ എഫ് ഓരോന്നായിട്ട് നോക്കാം. 1000 ഇൻറ്റു വി എത്രയുടെ? 0 മൈനസ് 30/4 എത്ര വരുന്നു? അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1000 ഇൻറ്റു 30. 1000 ഇൻറ്റു 30 എത്ര വരും? 30,000. ഓക്കെ, 30,000 ഡിവൈഡഡ് ബൈ 4 നമ്മൾ ചെയ്ത് വരുമ്പോൾ എത്ര വരും? 7500 ന്യൂട്ടൺ എന്ന് വരും. ഇത് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7500. വേണമെങ്കിൽ നമുക്ക് 2 കൊണ്ട് വെട്ടാം. 2 ഇത് എത്ര പോവും? 15 2 3 15 എന്താ 15,000. 15,000 by 2 ഇതിൻ്റെ പകുതി എത്രയാണ്? 7500 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളെ ന്യൂട്ടൺ എത്രയെന്ന് കിട്ടി? 7500 ന്യൂട്ടൺ എന്ന് കിട്ടി. അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസ് വരുമ്പോൾ എന്ത് ചെയ്യുക? എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് എടുത്ത് എഴുതുക. കൺവേർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൺവേർട്ട് ചെയ്യുക. നമുക്കറിയാമെന്നുള്ളൊരു ഇവിടെ ബലമാണ് ചോദിച്ചത്. ബലം ചോദിച്ചോണ്ട് പിന്നെ മറന്നുപോയ മൈനസ് ഉണ്ടേ. മൈനസ് എന്തുകൊണ്ടാണ്? ബ്രേക്ക് ചവിട്ടുമ്പോൾ അത് വിപരീതമല്ലേ? നമ്മൾ പൊക്കോണ്ടിരിക്കുന്നതിന് വിപരീതമായിട്ടൊരു ഫോഴ്സാണ്, ഓപ്പോസിറ്റ് ഫോഴ്സാണ്. ഓപ്പോസിറ്റ് ഫോഴ്സ് ആയതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് ആയത്. അത് കുഴപ്പമില്ല, അത് മൈൻഡ് ചെയ്യേണ്ട. നെഗറ്റീവ് കിട്ടും കേട്ടോ. നെഗറ്റീവ് കിട്ടിയെന്ന് പറഞ്ഞാൽ അയ്യോ നെഗറ്റീവ് കിട്ടിയല്ലോ. അപ്പോൾ 7500 പോസിറ്റീവിൻ്റെ ഇതും ഉണ്ട് ഓപ്ഷനിൽ. അതായത് പ്ലസ് എന്താണ് 7500 മൈനസ് 7500 ഓപ്ഷനിലുണ്ടെങ്കിലും മൈനസ് തന്നെ എടുക്കുക കേട്ടോ. അത് വേറെ ഒന്നുമില്ല. ഫോഴ്സ് മൈനസ് ആവുമെന്ന് ചോദിച്ചാൽ എതിർദിശയിലാവുമ്പോഴാണ് അത് മൈനസ് ആവുന്നത്, ബ്രേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രേക്ക് ഇട്ടു, അപ്പോൾ വിപരീത ദിശയാണ്. അവിടെ ഒരു ഒപ്പോസിങ് ഫോഴ്സ് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെ സംഭവിക്കാം. നമ്മൾ പഠിച്ചിട്ടില്ലേ കർഷണം എന്ന് പറയുന്നത് ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണെന്ന്. അതുപോലെ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആയതുകൊണ്ടാണ് ഇത്ര വന്നത് 7500 ന്യൂട്ടൺ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എഴുതുക, കൺവേർട്ട് ചെയ്യാനുള്ള ചെയ്യുക. നമുക്കറിയാവുന്ന ഫോർമുല എഴുതുക. അതിൽ നിന്ന് നമുക്ക് എന്തായാലും അതിൽ നിന്ന് എടുത്തൊക്കെ എഴുതാനുള്ളത് കാണും, അതിൽ തന്നെ കാണും. ഓക്കെ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തെറ്റായിരിക്കും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിൽ ഉണ്ടാവും. ക്ലിയർ ആയല്ലോ ഈ പ്രോബ്ലം? അപ്പം ഇങ്ങനെ വേണം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാനായിട്ട്. ഇനി നോക്കിക്കേ, അടുത്തൊരു ടേം നമ്മൾ കുറേ നേരം കൊണ്ട് എന്ത് പഠിച്ചു? ജഡത്വം പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞ് ആക്കം പഠിച്ചു, ജഡത്വവും മാസും തമ്മിലുള്ള ബന്ധം പഠിച്ചു, ആക്ക വ്യത്യാസം നിരക്ക് പഠിച്ചു. ഇനി ഒരു കാര്യം പഠിക്കണം, ആവേഗം. ഇമ്പൾസ് എന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇംഗ്ലീഷിൽ പറയും. എന്താ ആവേഗം? ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കപ്പെടുന്ന വലിയ ബലം. ചെറിയ ഒരു സമയം, അത് പക്ഷേ ഒരു വലിയ ബലമായിരിക്കും. നമ്മൾ ചുറ്റിക വെച്ചിപ്പോൾ നോക്കിയാൽ ചുറ്റി വെച്ച് ആണി അടിക്കുകയാണ്. നമ്മളൊരു കുറച്ച് സമയം കൊണ്ടാണെങ്കിൽ ഒറ്റ അടിയാണ്, അല്ലെങ്കിൽ അടി എന്ന് പറയുന്ന ഒരു ഉഗ്രൻ അടിയായിരിക്കും. എന്താണ്? നല്ലൊരു ബലം കൊടുത്തായിരിക്കും അടിക്കുന്നത്. എന്നാൽ ചെറിയൊരു സമയത്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള
ബലങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ആവേഗ ബലം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ബലത്തിന് നമ്മൾ എന്ത് പറയാം? ഇനി അച്ഛൻ ചുറ്റികയൊക്കെ എടുത്ത് ഇങ്ങനെ ആണി അടിക്കുമ്പോൾ അച്ഛൻ ഉപയോഗിച്ചത് ആവേഗ ബലമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബലത്തിന്റെയും സമയത്തിന്റെയും ഗുണനഫലമാണ് എന്താണ്? ആവേഗം. എന്താ പറഞ്ഞത്? എഫ് ഇൻറ്റു ടി. ആവേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇൻറ്റു ടി, ഫോഴ്സ് ഇൻറ്റു ടൈം. ബലം ഇൻറ്റു സമയം. ബലം ഇൻറ്റു സമയമാണ് എന്തെന്ന് പറയുന്ന ആവേഗം. ബലത്തിന്റെ യൂണിറ്റ് നമുക്കറിയാലോ. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. തീരെ നമ്മുടെ ടൈം സെക്കൻഡ്. അപ്പം ന്യൂട്ടൺ സെക്കൻഡ് ആണ് ആവേഗത്തിന്റെ യൂണിറ്റ്. ആവേഗത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ്. കണ്ടോ, എല്ലാം ഞാൻ ഫോർമുല എഴുതി അതിൽ നിന്നാണ് എഴുതുന്നത്. നിങ്ങൾക്ക് അത് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതാണ് ജസ്റ്റ് പറഞ്ഞു പോവാതെ നമ്മൾ ആ ഡിറൈവ് ചെയ്ത് തന്നെ ഞാൻ കാണിച്ചു തരുന്നത്. എഫ് ഇൻറ്റു ടി ആണ്. അപ്പം NS, ന്യൂട്ടൺ സെക്കൻഡ്. ബലം പ്രയോഗിക്കുമ്പോൾ വസ്തുവിന്റെ മാസും പ്രവേഗമാറ്റവും സമയവും തമ്മിലുള്ള ബന്ധം രണ്ടാം ചലന നിയമപ്രകാരം ഗണിത രൂപത്തിൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? എഫിനെ നമ്മൾ എന്ത് ചെയ്യാണ്? മാസും പ്രവേഗമാറ്റവും സമയവും ഒക്കെ വെച്ചിട്ട് നമ്മൾ എഴുതുകയാണ്. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത എന്ത് തന്നെ? നമ്മളിപ്പം തൊട്ട് മുന്നേ ചെയ്തില്ലേടെ, അത് തന്നെ എഫ് എം എ എന്ന് പറയാം ബലത്തിന്റെ ഒരു രൂപമാണ്. ഈ ബലത്തിന്റെ ഇക്വേഷനെ നമ്മൾ എന്തൊക്കെ വെച്ചാൽ എഴുതുകയാണ്? മാസിന്റെയും പ്രവേഗമാറ്റത്തിന്റെയും സമയവും ഒക്കെ ബന്ധപ്പെടുത്തി എഴുതുമ്പോൾ അതെന്തായി? എഫ് ഇൻറ്റു എക്ക് പകരം V - U/T. ഇനി നിങ്ങൾ മറക്കൂല അല്ലേ, ഒരുപാട് വട്ടം നമ്മൾ എഴുതി. ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയാം. നമ്മളിപ്പോൾ അവിടെ പഠിച്ചു പ്രവേഗം, ആവേഗം അല്ലേ, പ്രവേഗം അല്ല ആവേഗം. ആവേഗം എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ടി ആണെന്ന് നമ്മൾ പഠിച്ചല്ലേ. ഈ എഫ് ഇൻറ്റു ടി എന്നുള്ളിടത്ത് നമ്മൾ എന്തിട്ട് കൊടുക്കുക? എഫിന് പകരം നമ്മൾ M ഇൻറ്റു V - U/T എന്ന് നമ്മൾ ഇട്ട് കൊടുക്കുക. ക്ലിയർ ആയോടെ? നോക്കിക്കേ, നമ്മളൊരു സംഭവം എടുക്കുകയാണ്, നമ്മളൊരു കാര്യം പഠിക്കാൻ പോവുകയാണ്. അതെന്താണെന്നുള്ളത് നമ്മൾ ആ ഒരു ഡിറൈവേഷനിലൂടെ നമ്മൾ നോക്കും. ആദ്യം നമ്മൾ എന്ത് എഴുതി? എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇത് തൊട്ടേ നിങ്ങൾ പഠിച്ചോ. എഫ് ഈസ് ഈക്വൽ ടു എം എ. എയെ മാറ്റി എന്താക്കി? V - U/T എന്നുള്ള രീതിയിലാക്കി. ആവേഗം നമ്മൾ പഠിച്ചു ബലം ഇൻറ്റു ടി, ടൈം ആണെന്ന് പഠിച്ചു, സമയമാണെന്ന് പഠിച്ചു. ഇനി ഈ എഫിന് പകരം എന്തിട്ട് കൊടുക്കുകയാണ്? എഫ് ഇൻറ്റു ടി. ഈ എഫിന് പകരം നമ്മൾ M ഇൻറ്റു V - U/T ഇൻറ്റു ടി ഇട്ട് കൊടുക്കുകയാണ്. ഈ ടിയും വെട്ടിപ്പോയി. രണ്ട് ടിയും എന്ത് ചെയ്തു? വെട്ടിപ്പോയാൽ ഇനി ഇതിൽ എഴുതല്ല, ഞാൻ ഇങ്ങോട്ട് എഴുതാം കേട്ടോ. വെട്ടിപ്പോകുമ്പോൾ M ഇൻറ്റു V - U എന്ന് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അതായത് MV - MU. എന്താണിത്? ഇതെന്താണ്? ആക്ക വ്യത്യാസമാണ് അല്ലേ. അതായത് ആവേഗം എന്തിന് തുല്യമായി? ആക്ക വ്യത്യാസം. നിരക്കൊന്നുമില്ല, ടിയും ഒക്കെ വെട്ടിപ്പോയി. ആക്ക വ്യത്യാസം നിരക്കല്ല, ആക്ക വ്യത്യാസത്തിന് തുല്യമാണെന്ന് കിട്ടി. ആവേഗം എന്ന് പറയുന്നത് ആക്ക വ്യത്യാസത്തിന് തുല്യമാണെന്ന് നമുക്കിവിടെ കിട്ടിയല്ലേ. ഇതിനെയാണ് നമ്മൾ ആവേഗ ആക്ക തത്വം എന്ന് പറയുന്നത്. ആവേഗമുണ്ട്, ആക്കമുണ്ട്. ആവേഗ ആക്ക തത്വം എന്താണ്? ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് പറയാം. ആവേഗ ആക്ക തത്വം. അപ്പൊ ആവേഗ ആക്ക തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവേഗം എന്ന് പറയുന്നത് ആക്ക വ്യത്യാസത്തിന് തുല്യമാണ്. അതാണ് ആ തത്വ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിൽ അനുഭവപ്പെടുന്ന ആവേഗത്തിന് തുല്യമായിരിക്കും. ഒരു വസ്തുവിന് അനുഭവപ്പെടുന്നതാണ് ആക്ക വ്യത്യാസം. അവിടെ ഒരു വസ്തുവിനുണ്ടായ ആക്ക വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു ബലം കൊടുത്തപ്പോൾ ആ ഒരു ബലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ആവേഗ ബലത്തിന് തുല്യമാണ്, ബലത്തിന് തുല്യമാണെന്നാണ് അർത്ഥം. ആവേഗ ബലം എന്നുള്ളത്, ആവേഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പം ആ ഒരു ചെറിയ സമയം കൊണ്ട് എന്തോ ഒരു വലിയ ഫോഴ്സ് അവിടെ നമ്മൾ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ ഉണ്ടായ ആക്ക വ്യത്യാസത്തിന് തുല്യമാണ് എന്തെന്ന് പറയുന്നത്? ആവേഗ ബലം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ കിട്ടിയല്ലോ. ഞാനത് എറേസ് ചെയ്തോളാം. ഇത് ഇവിടെ വേണ്ട, ഇത് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങളിത് നോക്കിയാൽ മതി. എഫ് ഈസ് ഈക്വൽ ടു ഇത് ടിയും വെട്ടിപ്പോയി. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടുന്നത്. MV - MU എന്ന് കിട്ടുന്നത്. ആവേഗ ആക്ക തത്വമെന്നാണ് ഇതിനെന്ത് ചെയ്യുന്നത്? പറയുന്നത്. തീർന്നില്ല. നോക്കിക്കേ, ഇനി അടുത്ത് ആക്ക വ്യത്യാസത്തെ ഒരു സ്ഥിരസംഖ്യയാക്കിയാൽ, ആക്ക വ്യത്യാസത്തിന് എന്ത് ചെയ്യാണ്? ഒരു സ്ഥിരസംഖ്യ ആക്കിയാണ്, അതായത് ഒരു കോൺസ്റ്റന്റ് ആക്കിയാണ്. നമ്മൾ നേരത്തെ അവിടെ എഫ് ഈസ് ഈക്വൽ ടു എം എയിൽ നമ്മൾ കെ പറഞ്ഞു കോൺസ്റ്റന്റ് ആക്കുന്നു. അവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ഗുണനം ചെയ്യുക ചെയ്തത്. ഇവിടെ ആക്ക വ്യത്യാസത്തെ, അതായത് M ഇൻറ്റു V - U എന്ന് പറയുന്നത്, MV - MU എന്ന് പറയുന്നതിന് എന്ത് ചെയ്യാണ്? ഒരു സ്ഥിരസംഖ്യ ആക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. സ്ഥിരസംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല?
അവിടെ അത് കോൺസ്റ്റന്റ് ആണ്. അതായത് വന്ന് ഇടിക്കുന്നതിൽ നമ്മൾ വേറെ പ്രത്യേകിച്ച് ബലോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ആക്ക വ്യത്യാസം, ആ രണ്ട് വസ്തുക്കൾ വന്ന് ഇടിക്കുമ്പോൾ അത് ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ അവിടെ നമ്മൾ എന്തുണ്ടാകുന്നില്ല, നമ്മൾ വന്ന് എപ്പോഴും MV എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ എന്തോ ഒരു ബലം കൊടുത്തിട്ട് മാറിയതായിരിക്കും അല്ലേ. അപ്പൊ അവിടുന്ന് രണ്ട് പേര് അല്ലാതെ വന്ന് ഇടിക്കുകയാണ്, അല്ലാതെ ഇങ്ങനെ നമ്മളൊന്നും കൊടുക്കാതെ വന്ന് ഇടിക്കുകയാണ്, ഒരു ബലവും കൊടുക്കാതെ വന്ന് ഇടിക്കുകയാണ്. അങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ മൊമെന്റം എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്താണ്, ആക്ക വ്യത്യാസം സ്ഥിരമായിരിക്കുമെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ആക്ക വ്യത്യാസത്തെ സ്ഥിരസംഖ്യയായിട്ട് എടുത്താൽ എന്ത് സംഭവിക്കും? നേരത്തെ എഴുതിയ സെയിം സാധനത്തിനെ നോക്കിക്കേ, ആവേഗം ഈക്വൽ ടു ആക്ക വ്യത്യാസം നമുക്ക് അവിടെ കിട്ടി. ഈ ആവേഗത്തിന് വീണ്ടും ബലം ഇൻറ്റു സമയം എന്ന് എഴുതുകയാണ്. എന്താ പറഞ്ഞത്? ആവേഗത്തിന് F ഇൻറ്റു T ആയിട്ട് എഴുതിയാൽ ആക്ക വ്യത്യാസം സ്ഥിരസംഖ്യയായിട്ടാണ് എടുത്തത്. സ്ഥിരസംഖ്യയായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. കൊടുക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ രണ്ട് വസ്തുക്കൾ എന്ത് ചെയ്യാണ്, വന്ന് ഇങ്ങനെ ഇടിക്കുകയാണ്. ഇടിക്കുമ്പോൾ എന്താണ്, അതിന് ഇടിക്കുന്നതിന് മുന്നേ ഉള്ളതും കാണും, ഇടിച്ചതിന് ശേഷവും പ്രവേഗമാറ്റം കാണും. അപ്പം അങ്ങനെ ഇടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ബലമൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ ആ രണ്ടും എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പം അതൊരു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് പറയാം, സ്ഥിരസംഖ്യയാണെന്ന് പറയാം. അങ്ങനെ സ്ഥിരസംഖ്യയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ആക്ക വ്യത്യാസത്തിനെ. അങ്ങനെ ആക്ക വ്യത്യാസത്തിനെ സ്ഥിരസംഖ്യയായിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടും F ഇൻറ്റു T ഈക്വൽ ടു എ സ്ഥിരസംഖ്യ. F ഇൻറ്റു T ഫോഴ്സിന്റെ ബലം ഇൻറ്റു സമയം എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയായാൽ, തിരിച്ച് നമ്മൾ നേരത്തെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നേരൊരുമാനത്തെ ഈ സിമ്പൽ മാറ്റാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ആക്കാൻ വേണ്ടിയിട്ട് K എന്ന് പറയുന്ന കോൺസ്റ്റന്റോട് ചെയ്തു. ഇനി ഈക്വൽ ടുവിനെ സ്ഥിരസംഖ്യ ആക്കിയാൽ എങ്ങനെ പ്രൊപ്പോർഷണൽ ആക്കും? F ഇൻറ്റു T എന്നുള്ളത് F പ്രൊപ്പോർഷണൽ ടു വിപരീത അനുപാതം. ഓക്കെ, F ഏതിന് വിപരീത അനുപാതം എന്ന് കിട്ടി? ടൈമിന് വിപരീത അനുപാതമാണെന്ന് കിട്ടി. അതായത് ആക്ക വ്യത്യാസം സ്ഥിരമായിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലം അത് പ്രയോഗിക്കാനെടുത്ത സമയത്തിന് വിപരീത അനുപാതമായിരിക്കും. അപ്പൊ ആക്ക വ്യത്യാസം സ്ഥിരമായിരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അതിൽ അനുഭവപ്പെടുന്ന, ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ഒരു ബലം ഉണ്ടല്ലോ, ആ ബലം എന്ന് പറയുന്നത് ആ പ്രയോഗിക്കപ്പെടാൻ എടുത്ത സമയത്തിന് എന്തായിരിക്കും? വിപരീത അനുപാതത്തിൽ. ഇതിങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു തിയറി ബേസിൽ വായിച്ചു പോവുകയാണെങ്കിൽ മനസ്സിലാവത്തില്ല. വിത്ത് എക്സാമ്പിൾ നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഒന്നും കൂടെ ഇവിടെ ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി എഴുതാം. അതായത് നമുക്ക് കിട്ടി F ഈസ് ഈക്വൽ ടു MA. F ഈസ് ഈക്വൽ, ശ്രദ്ധിച്ചിരിക്കണേ, F ഇൻറ്റു V മൈനസ് U ബൈ T. ഇത്രയും നമുക്ക് കിട്ടി. ഇത്രയും കിട്ടിയാൽ നമ്മൾ പുതിയൊരു ടേമിനെ കൊണ്ടുവരികയാണ്. ഏത്? ആവേഗം എന്ന് പറയുന്ന ഒരു വാക്കിനെ കൊണ്ടുവരികയാണ്. അപ്പൊ ആവേഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, നമ്മളിവിടെ പഠിച്ചു, ആവേഗം എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചത്? ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചത്? F ഇൻറ്റു T, അതായത് ഫോഴ്സ് ഇൻറ്റു ടൈമാണ് എന്തെന്ന് പഠിച്ചത്? നമ്മൾ പഠിച്ചത് ആവേഗം എന്ന് പഠിച്ചത്. അത്രയും ക്ലിയർ ആണല്ലോ. അങ്ങനെയാണ്. അപ്പൊ ആവേഗം ഈക്വൽ ടു F ഇൻറ്റു T എന്നാണ് പഠിച്ചത്. ഈ Fന് പകരം നമ്മളിതാ ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണ്. M ഇൻറ്റു V മൈനസ് U ബൈ T. പിന്നെ ഈ T ഉണ്ടല്ലോ, ഈ T ഇട്ട് കൊടുത്തു. രണ്ട് Tയും വെട്ടിപ്പോയി. ആവേഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടി? MV മൈനസ് MU എന്ന് കിട്ടി. ഇതിനെ നമ്മൾ ആവേഗ ആക്ക തത്വം എന്ന് പറഞ്ഞത്. ആവേഗ ആക്ക തത്വം എന്ന് പറഞ്ഞത് MV മൈനസ്, അതായത് ചേഞ്ച് ഇൻ ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? അവിടെ ഉപയോഗിച്ച എന്താണ്, അവിടെയുള്ള ആവേഗത്തിന് എന്താണ്, ആവേഗ ബലത്തിന് തുല്യമാണെന്ന് നമുക്ക് കിട്ടി. നമ്മൾ നമ്മൾ ആക്ക വ്യത്യാസം, ഈ ഒരു ആക്ക വ്യത്യാസത്തിന് ഒരു സ്ഥിരസംഖ്യയായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. നമ്മൾ അങ്ങനെ നമ്മളൊരു എന്താണ് MV മൈനസ് MUവിനെ ഒരു സ്ഥിരസംഖ്യയായിട്ട് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എഴുതാം F ഇൻറ്റു T എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ, K എന്ന് എഴുതാം. ഒരു സ്ഥിരസംഖ്യ, ഒരു കോൺസ്റ്റന്റ് ആണിത്, ഒരു കോൺസ്റ്റന്റ്. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എഴുതിയാൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുവാടാ? F എന്ന് പറയുന്നത് Tക്ക് വിപരീത അനുപാതത്തിലാണ്. അതായത് ബലം കൂടുമ്പോൾ അവിടെ എടുത്ത സമയം കുറവായിരിക്കും. ബലം കൂടുതലാണെങ്കിൽ ടൈം എന്തായിരിക്കും? കുറവായിരിക്കും. ഇനി ടൈം കൂടുതലാണെങ്കിൽ അവിടെ ഉപയോഗിക്കപ്പെട്ട ബലം
അതാണ് ഈ വിപരീത അനുപാതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേർ അനുപാതം എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും, നേർ അനുപാതം എന്ന് പറയുമ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടും. വിപരീത അനുപാതം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതുപോലെ ഒരെണ്ണം കൂടുമ്പോൾ മറ്റത് കുറയും. അപ്പം ഫോഴ്സ് കൂടുമ്പോൾ, ബലം കൂടുമ്പോൾ അവിടെ ടൈം എന്തായിരിക്കും? കുറച്ച് മതിയായിരിക്കും. അതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് കാണാറുണ്ടല്ലേ, ഇപ്പൊ ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഈ ക്യാച്ച് ചെയ്യുന്ന ആൾ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുമോ ബോളിനെ? ഇല്ല, വന്ന് ഒരു ഒരു ഹൈറ്റിൽ നിന്ന് ഒരു സെർട്ടേൺ ഇതിന് സ്പീഡ്, ഒരു ഇത്ര വെലോസിറ്റിയോടെ എന്ത് ചെയ്യാണ് വരെയാണ് അല്ലേ, വന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കര ആക്കമായിരിക്കും അതിന്. അപ്പൊ ഇങ്ങനെ വന്ന് ആ ആക്കത്തിന്റെ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ആൾ എന്ത് ചെയ്യും? ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ ബോളിനെ ആക്കും. മനസ്സിലായി? ഇങ്ങനെ ബാക്കിലോട്ടാക്കും. എന്തിനങ്ങനെ ആക്കുന്നത്? കൈവേദനിക്കാതിരിക്കാൻ, സമയം ദീർഘിപ്പിച്ചു. വലിയൊരു എന്ത് ചെയ്യാണ്? ആ ഒരു ഫോഴ്സ് വരുമ്പോൾ, അത്രയ്ക്കൊരു മൊമെന്റം അവിടെ സംഭവിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് സമയം കുറച്ചും കൂടെ കൂട്ടിക്കൊടുത്ത് അതിന് എന്ത് ചെയ്യാണ്? കൂട്ടിക്കൊടുത്ത് ആ ഒരു ആക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? സമയത്തിനെ കൂട്ടുകയാണ്. മനസ്സിലായി? അത് ബലം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സമയത്തിന് എന്ത് ചെയ്യാണ്? കൂട്ടുകയാണ്. മനസ്സിലായല്ലോ? ബലം, വലിയ ബലം, അത് വന്ന് അടിക്കുന്നു, കൈ വേദനിക്കുന്നു. ആ ബലത്തിനെ ഒന്ന് ഇതാക്കാനായിട്ട് സമയത്തിനെ കൂട്ടി അത് വച്ചുകൊണ്ടിരിക്കുന്നതും കൂടെ എന്ത് ചെയ്യാണ്? സമയത്തിനെ കൂട്ടുകയാണ്. അപ്പൊ ബലം കുറയ്ക്കാനായിട്ട് അവിടെ എന്ത് ചെയ്തു? സമയത്തിനെ കൂട്ടി. പോൾ വാൾട്ട് ചാടുമ്പോൾ ഫോം ബെഡിൽ ഒരു സ്റ്റിക്ക്, ഒരു കമ്പ് കൊണ്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ ഫോം ബെഡിൽ ഒന്ന് വീഴുന്നതാണ് ഈ പോൾ വാൾട്ട്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, PYQ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോൾ വാൾട്ട് ചാടുമ്പോൾ ഫോം ബെഡിൽ വീഴുന്നത് ആഘാതം കുറയ്ക്കുന്നതിന് ബന്ധപ്പെട്ട ഏത് നിയമമാണ്? ഇതെല്ലാം രണ്ടാം ചലന നിയമമാണ്. നമ്മൾ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതെല്ലാം രണ്ടാം ചലന നിയമമാണ് കേട്ടോ. ആക്കത്തിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നത് രണ്ടാം ചലന നിയമത്തിലാണ്. അപ്പൊ പോൾ വാൾട്ട് ചാടുമ്പോൾ ഫോം ബെഡിൽ വീഴുന്നതിലും കൂടെ, ഫോം ബെഡിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ദൂരത്തുനിന്ന് വരുന്നതാണ് അല്ലേ. അപ്പോൾ ഒരു ആക്കം കുറയ്ക്കാൻ വേണ്ടി, ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബെഡിൽ വീഴുമ്പോൾ ഈ ബെഡ് ഒന്ന് താഴോട്ടൊന്ന് ഇങ്ങനെ പോകും അല്ലേ. താഴോട്ട് പോയി എന്ത് ചെയ്യുന്നു? സമയം ദീർഘിപ്പിക്കുന്നു. അവിടെ സെയിം സാധനം തന്നെ, സമയം കുറച്ചും കൂടെ ഒന്ന് കൂട്ടുന്നു. വേറെ അല്ലാത്ത ബെഡാണെങ്കിൽ വന്ന് ഇടിച്ച് വീഴും. ഇതാവുമ്പോൾ കുറച്ചൊന്ന് എന്ത് ചെയ്യും? ഇങ്ങനെ താഴോട്ട് പോയി കുറച്ചും കൂടെ സമയം ദീർഘിപ്പിക്കും, ആഘാതം കുറയ്ക്കാൻ. അത് അവിടെയും ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടൈം കൂട്ടി. ഗ്ലാസ് പാത്രങ്ങൾ അടുക്കി വെച്ച പാക്കറ്റുകൾ സ്പോഞ്ച്, വൈക്കോൽ മുതലായ നിറയ്ക്കുന്നു. സെയിം കോൺസെപ്റ്റ് തന്നെ. ഗ്ലാസ് പാത്രങ്ങൾ എന്ത് ചെയ്യും? ലോറിയിലൊക്കെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകും? അവിടെ ആക്കം ഉണ്ടാവും. അവിടെ എന്തുണ്ടാവും? ഗ്ലാസ് ഒക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഈ സ്പോഞ്ച്, വൈക്കോലൊക്കെ വെക്കുമ്പോൾ ഇതിന്റെ എന്താണ്? ഈ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. സ്പോഞ്ചിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ അതിങ്ങനെ വന്ന് അതിന്റെ ടൈം കൂടുതൽ, പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല സ്പോഞ്ചിലൊന്നും. അവിടെയും ടൈം, ഈ സെയിം കോൺസെപ്റ്റ് തന്നെ, ടൈം കൂടുതൽ കിട്ടും. അപ്പൊ ഗ്ലാസ് പൊട്ടൂല, ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. ഒരു അഭ്യാസി കൈകൊണ്ട് വളരെ വേഗത്തിൽ വീശി കടുപ്പമുള്ള ഇഷ്ടികകൾ തകർക്കുന്നു. ഇവിടെ ആ ഒരു കോൺസെപ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? അഭ്യാസി കൈകൊണ്ട് വളരെ വേഗത്തിൽ എന്ന് പറയുമ്പോൾ ടൈം കുറവാണ്. ടൈം കുറവ് ആയിട്ട് എന്ത് ചെയ്യുന്നു? വലിയൊരു ഫോഴ്സ് ഉപയോഗിച്ച്, അപ്പൊ ഫോഴ്സ് കൂടുന്നു. ഫോഴ്സ് കൂടുമ്പോൾ അത്ര ഇഷ്ടിക എന്ത് ചെയ്യാൻ പറ്റും? പൊട്ടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? വളരെ വേഗത്തിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ടൈം കുറവായിരിക്കും. ടൈം കുറവെടുത്തുകൊണ്ട് വലിയൊരു ഫോഴ്സ് അവിടെ കിട്ടുന്നു. ടൈം കുറയുന്നതിനനുസരിച്ച് ഫോഴ്സ് കൂടുന്നു. അപ്പോൾ ഫോഴ്സ്, ബലം കൂടുമ്പോൾ ഇഷ്ടിക അടിക്കുമ്പോൾ എല്ലാം പൊട്ടുന്നു. അപ്പൊ അതാണ് ഈ എക്സാമ്പിൾസ്. അപ്പൊ ഇതെല്ലാം F ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. ബലം എന്ന് പറയുന്നത് സമയത്തിന് വിപരീത അനുപാതമാണെന്നുള്ളതിനാണ്. ഇതെല്ലാം സെക്കൻഡ് ലോ ആണ് കേട്ടോ. ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സാമ്പിൾസ് എല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇതെല്ലാം ഓർത്ത് വയ്ക്കുക. ഇതുപോലെ തന്നെ ചോദിച്ചു. പോൾ വാൾട്ട് ചാടുമ്പോൾ എന്താണ്? ഫോം ബെഡിൽ വീഴുന്നത് ആഘാതം കുറയ്ക്കും. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ്? സെക്കൻഡ് ലോ ആണ്. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തെ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ താങ്ക് യു എവരിവൺ. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.